എങ്ങനെയാണ് ജില്ലയിൽ മഴ മൂലമുള്ള പ്രശ്നങ്ങൾ, ഏതൊക്കെ അണക്കെട്ടുകളിലെ ഷട്ടറുകൾ ഉയർത്താനും ഒക്കെ സാധ്യതകളുണ്ട്? അതായത് ഇപ്പോൾ നമുക്ക് നിലവിൽ ഏറ്റവും എടുത്തു കാണേണ്ട അറിയിപ്പുകളൊന്ന് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും എന്നുള്ളതാണ്. പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകളാണ് കൂടുതൽ ഉയർത്തുന്നത്. ഡാമിൻ്റെ സ്പീഡിൽ ഈ ഷട്ടറുകൾ 40 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പുഴയുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പാലക്കാട് മംഗലം ഡാമിൻ്റെ ഷട്ടറുകൾ കൂടി തുറന്നു. മംഗലം ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ 5 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ഇത് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ്. അപ്പോൾ മംഗലം ഡാമിൽ ഉയർത്തുമ്പോൾ സ്വാഭാവികമായി ആലത്തൂർ, വടക്കഞ്ചേരി ഈ മേഖലയിൽ വരുന്ന പുഴകളിലും വെള്ളക്കെട്ടുകളിലും ഒക്കെ തന്നെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പ്രദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമില്ല. ഉണ്ടായിരുന്നത് തൃത്താലയിലായിരുന്നു. പക്ഷേ തൃത്താലയിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ചില വാഹനങ്ങൾ വഴിയിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന വാർത്തകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ വെള്ളം ഇന്ന് ഇറങ്ങി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ കുറച്ച് നേരമായി പാലക്കാട് മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസമാണ്. പ്രധാനമായും ഇന്നലെയൊക്കെ മഴ ലഭിച്ചത് അട്ടപ്പാടി, മണ്ണാർക്കാട് മേഖലയിലാണ്. ആ മേഖലയിലും ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്.